എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഒരു ബീച്ചിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ല ചൂടിങ്ങനെ എരിപിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ പോയൊരു ബീച്ചിൻ്റെയാണ് കേട്ടോ. അത് ഒരിച്ചിരി സ്പെഷ്യൽ ബീച്ചാണ്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ബീച്ചാണ്. ഈ കാണുന്ന സംഭവമല്ല കേട്ടോ. ഇത് ഞാൻ കടൽ വെറുതെ കാണിച്ചാണ്. കടലങ്ങോട്ട് ഇറങ്ങിപ്പോയി കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് പയ്യെ പയ്യെ കയറി വരുന്നതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ വരുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അവിടെ എങ്ങും ആരുമില്ല. എന്തായാലും നമ്മൾ പോയ സ്ഥലം ഇതാണ് കേട്ടോ. അതായത് കടലിലാണോ എന്ന് ചോദിച്ചാൽ കടലിലല്ല, എന്നാൽ കടലിലല്ലേ എന്ന് ചോദിച്ചാൽ കടലിലാണ്. ഇത് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുക്കായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട്, കുട്ടികളും പേരൻസും മാത്രം, അതല്ലാതെ വേറെ ഇവിടെ ഒന്നുമില്ല. പക്ഷേ പേരൻസിനോട് പ്രത്യേകിച്ചൊന്നുമില്ല, കുട്ടികളെ നോക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണുള്ളൂ, വേറൊന്നുമില്ല. ഇത് ഈ കാണുന്ന വെള്ളത്തിനൊന്നും അങ്ങനെ ആഴമില്ല കേട്ടോ, വളരെ കുറച്ച്. അതും ഓരോ പിള്ളേരുടെ പ്രായം അനുസരിച്ചിട്ട് ഓരോരോ സെക്ഷൻ പോലെയാട്ടോ അവർ തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നല്ല രസമായിട്ടാണ് കേട്ടോ പിള്ളേർ ഇവിടെ കളിക്കുകയും പറിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഓരോരോ ക്യാബിനുകളുണ്ട് പേരൻസിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൽ വീണങ്ങനെ വലിയ അപകടങ്ങളോ അങ്ങനെയൊന്നും പറ്റില്ല, കാരണം ഓരോ പ്രായം അനുസരിച്ചിട്ടും അതിൻ്റെ ആഴവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ. എന്നാലും നമ്മളൊന്ന് നോക്കി പറക്കിയൊക്കെ ഇരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ പിന്നെ ഇവരുടെ കൂടെ കളിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ആ ചെളിവെള്ളത്തിൽ പോയി കിടന്ന് നമുക്കൊന്നും തോന്നില്ല. അപ്പോൾ നമുക്ക് വന്ന് റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് ജസ്റ്റ് അവരെ നോക്കിയിരിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ക്യാബിനുകളുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വെയിലും ഇഷ്ടം പോലെ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താ അടഞ്ഞു കിടക്കണേന്ന് ചോദിക്കരുത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ പോയതിൻ്റെയാണ്. ഇതായിരുന്നു ഞങ്ങളുടെ ആ ഒരു സംഭവം. അപ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ കൊച്ചിൻ്റെ കൂടെ പോകുമ്പോൾ അതിങ്ങനെ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ താക്കോലായിട്ട് പോവാം. അത് തുറന്നു കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. നല്ല രസമല്ലേ കാണാനായിട്ട്. കാലൊക്കെ നീട്ടി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ സംഭവമുണ്ട്, അതിങ്ങനെ വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പോയിട്ടോ, കാരണം ഞാൻ ഈ വീഡിയോ എടുത്തത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ്. അതായത് വൈകുന്നേരമൊക്കെ ആവാറായപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം വന്നപ്പോൾ കൊച്ചിന് ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു ആക്രാന്തമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൂടെ അങ്ങ് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ എനിക്കും ഇഷ്ടമായി. കടലല്ല, എന്നാൽ ഒരു കടലിൻ്റെ ഫീലൊക്കെ ഉണ്ട്. എന്നാൽ വലിയ ആഴമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ല സുഖമായിട്ട് എല്ലായിടത്തോടെയും നടക്കുകയും പറക്കുകയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ അതുകൊണ്ട് നമ്മളും അതിൻ്റെ ഒപ്പം അങ്ങോട്ട് നടന്നു. പിള്ളേരെ കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം ഓരോരോ സംഭവത്തിൻ്റെ ചുവട്ടിലും കുറേ ക്യൂ ഉണ്ട്. അപ്പോൾ ക്യൂ ഒക്കെ നിൽക്കുന്ന പേരൻസാണ്. എന്നിട്ട് സമയമാകുമ്പോൾ പിള്ളേരെ പൊക്കിക്കൊണ്ടുവന്ന് വിടും. ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പരിപാടി. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് അത്രയും നേരം ക്യൂ നിൽക്കാനുള്ളൊരു ഇതില്ല. പിന്നെ എന്നാ പറയുന്നത്, ഇഷ്ടം പോലെ പിള്ളേരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അവരെന്തോരം എഫേർട്ട് എടുത്തതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് കേട്ടോ. എന്ത് രസമായിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നതെന്നറിയാം. നല്ല രസമായിരുന്നു. പിന്നെ പിള്ളേർക്ക് മാത്രമല്ല, ഇതിപ്പോൾ ഈ സ്ലൈഡിലൊക്കെ പിള്ളേരുടെ ഒപ്പം വേണേൽ പേരൻസിന് നിൽക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണ് മുഴുവനും കടലിലായിരുന്നു കേട്ടോ. ആ വെള്ളം എങ്ങാനും, ഞാൻ ഇന്ന് വരെ ഈ ഒരു കടലിൽ, അതായത് ഇവിടെ ഈ ഒരു സൈഡിൽ വെള്ളം ഫുള്ളായിട്ട് ഇങ്ങ് വന്നേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എപ്പോൾ വന്നാലും കടലിൽ വെള്ളം ഉണ്ടാവാറില്ല. അങ്ങ് വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ടാവുന്നൊരു ടൈമായിരിക്കും. അപ്പോൾ ഇന്നിങ്ങനെ പതിയെ പതിയെ കയറി വരുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കാണാൻ പറ്റും എന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണങ്ങോട്ടിടുന്നുണ്ടായിരുന്നു. പക്ഷേ വലിയ രക്ഷയൊന്നും ഉണ്ടായില്ല കേട്ടോ. അതിങ്ങ് വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും കൊച്ച് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ ഞാൻ അതിൻ്റെ ചുറ്റും ഒരു ചെറിയ റൗണ്ടൊക്കെ വെച്ചു കേട്ടോ. വന്ന ആദ്യത്തെ ഒരു 2-3 മണിക്കൂർ ഈ എൻ്റെ കുട്ടിയുടെ പ്രായത്തിലുള്ള ആ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു കേട്ടോ ഞാൻ നിന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പയ്യെ കൊച്ചിനെ അപ്പൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനൊരു റൗണ്ടൊന്ന് ചുറ്റാൻ പോയിട്ടോ. എല്ലായിടത്തും ഒന്ന് കണ്ടിട്ട് വരാം. കുറച്ച് വലിയ കുട്ടികൾ, ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 8-10 വയസ്സൊക്കെയുള്ള കുട്ടികളുടെ ആ സെക്ഷനിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു റൗണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ എന്ത് രസമുള്ള കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചേക്കുന്നത് അത് പിള്ളേരുണ്ടാക്കുന്നതാണ് കേട്ടോ. എന്ത് രസമല്ലേ, ഒത്തിരി രസമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ചില സ്ഥലത്ത് പിള്ളേരും കൂടി ഇരിക്കുന്നതുകൊണ്ടും അവർ ഈ സ്വിമ്മിങ് സൂട്ടിലൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ വീഡിയോ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ചില സാധനങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഒത്തിരി രസമുള്ള ഒരുപാട് സാധനങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വലിയ വലിയ കുട്ടികളെ. അതുപോലെ തന്നെ നമുക്ക് ഈ ക്യാബിനല്ലാതെ ഇങ്ങനെ വെറുതെ കിടക്കാനായിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. കണ്ടോ, വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ അവർ വീണ്ടും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് പുറത്തായിട്ട് നല്ല ചെമ്മരിയാടുകളും മെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. അതിങ്ങനെ വെയിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്.
എന്നായാലും നല്ലൊരു ചൂടുള്ള ദിവസം വെള്ളത്തിൽ കിടന്ന് നല്ല രീതിയിൽ അർമാദിച്ച് ആഹ്ലാദിച്ച് ഉല്ലസിച്ച് എല്ലാ സംഭവങ്ങളൊക്കെ തീർത്ത് പക്ഷേ ഇറങ്ങി വരാറായപ്പോൾ ഞാനൊരു കാഴ്ച ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് വെള്ളത്തിൽ ചാടിയില്ലോ എന്നോർത്ത് വിഷമമായിപ്പോയി. കാരണം ഈ പിള്ളേരെല്ലാം ഡയപ്പർ ഇട്ടിട്ടാണ് ചാടുന്നത്. ആ ഡയപ്പറിൻ്റെ അവസാനം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല, അതെല്ലാം വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടാവും. അത്രയും മനോഹരമായ വെള്ളത്തിലായിരുന്നു നമ്മൾ കളിച്ചത്. പക്ഷെ എന്താ ചെയ്യാൻ, അതൊക്കെ അങ്ങനെയാണല്ലോ, അതിൻ്റെ ഒരു ഇരിപ്പ് വശമൊക്കെ അങ്ങനെയാണ്. എന്തായാലും നമ്മൾ ടാറ്റ ബൈ ബൈ പറയാം കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. കൊച്ചിനും ഒത്തിരി സന്തോഷമായൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ബൈ ബൈ.